വെൽക്കം ബാക്ക്. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പാർട്ടിയിൽ പടയൊരുക്കുമോ എന്നാണ് ചോദ്യം. സ്മൃതി, പതിവുകൾ വിട്ട് മുഖ്യമന്ത്രിയായ ആളാണ് വി ഡി സതീശൻ. അപ്പോൾ പതിവ് വിട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പാർട്ടിയിൽ തന്നെ ഇരു വിഭാഗമായി നിൽക്കുന്നതിൽ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും അതിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശം ഒരു നീണ്ട പോസ്റ്റാണ്. അതിൽ ആ പോസ്റ്റിൽ വല്ലാത്ത പ്രയോഗങ്ങളുണ്ട്. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ഒരു നീണ്ട പോസ്റ്റ് പാർട്ടിയിലെ ഒരു ജൂനിയറായ നേതാവിന് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി വി ആർ അനൂപ് കുറേ കാലം സ്വതന്ത്രനായിക്കൊണ്ട് കോൺഗ്രസ് അനുഭാവി എന്ന നിലയ്ക്ക് നമ്മുടെ ചർച്ചകളൊക്കെ പങ്കെടുത്ത ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയിലേക്ക് അംഗത്വം ലഭിക്കുകയും പാർട്ടി വക്താവായി തന്നെ അദ്ദേഹം വരികയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ അങ്ങനെ ഒരു അനുഗ്രഹാശിസോടു കൂടി തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ ശരി തെറ്റുകളിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രി ഈ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ അദ്ദേഹം കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് ഈ വാർത്താസമ്മേളനം നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിശദമായി തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലിസ്റ്റും അതോടൊപ്പം തന്നെ ഹൈക്കോടതി യൂണിറ്റ് നൽകിയ ലിസ്റ്റും ആ ലിസ്റ്റിൽ നിന്നാണ് ഈ പേര് വന്നിരിക്കുന്നത്. അതിൽ എ ജിയുടെ നിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയല്ല എങ്കിൽ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രതികരണം ഞങ്ങൾ നിർദ്ദേശിച്ച ആളല്ല എന്നാണ്. പക്ഷേ ആ ലിസ്റ്റ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഈ പേരുകളുണ്ട്, ഈ പറയുന്ന ശരത്തിൻ്റെയും ജിയോണയുടെയൊക്കെ പേരുകളുണ്ട്. അപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അറിയാതെയാണോ ഈ സ്റ്റേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ അത് ലോയേഴ്സ് കോൺഗ്രസ് അവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുക, ഈ പേരുകൾ നൽകുക എന്നുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ യൂണിറ്റും നൽകിയ പേരുകൾ, ആ പേരിൽ നിന്നാണ് ഇതിൽ നിന്നും ആളെ തിരഞ്ഞെടുക്കുന്നതെന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ KSUവിൻ്റെ പ്രതിഷേധം വരുന്നുണ്ടല്ലോ. KSUവിൻ്റെ തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വിമർശനമാണ്. ആ വിമർശനം വരുമ്പോൾ അത് പുറത്താണോ പറയേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സർക്കാരിനെ നോക്കാം. കഴിഞ്ഞ സർക്കാരിന് ഉദാഹരണമായി എടുക്കാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രതികരണം നടത്തുമോ? അങ്ങനെ നടത്തില്ല. ഇപ്പോൾ PM ശ്രീയിൽ പോലും അന്ന് സമരങ്ങൾ നടത്തിയിട്ടില്ല. അവർ പ്രതിഷേധം എഴുതി ഒരു കുറിപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്യുക. ആദ്യം പോയി ഒരു കുറിപ്പ് കൊടുക്കും, അതിനുശേഷം വേണമെങ്കിൽ പ്രതിഷേധിക്കുമെങ്കിൽ SFI പുറത്തു നൽകുന്ന സംഘടനയാണെന്ന് പ്രതിഷേധിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്തത്? ഇപ്പോൾ പുറത്ത് പ്രതികരിക്കുകയാണ് ചെയ്തത്. പുറത്ത് പ്രതികരിച്ച ശേഷം പിന്നീട് കാണാൻ അനുമതി നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ആ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതികരണം ഒരു നല്ല വിമർശനമായിട്ടാണോ അതല്ലെങ്കിൽ ആ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടോ എന്നുള്ള കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി വി ആർ അനൂപ് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ എന്താണ് ഇതേ റിപ്പോർട്ടറിന്റെ വേദിയിൽ ഇരുന്നുകൊണ്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീവെട്ടിക്കൊള്ളയാണെന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ കോൺഗ്രസ് നേതാവ് പറഞ്ഞത്? ജനാധിപത്യമായിരുന്നു. അല്ല, ഞാൻ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞത് ഞാനാണോ പറഞ്ഞത്? സുനിലല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല, ഞാൻ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതാണ് ശരി എന്നതല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നടക്കുന്ന കാര്യം എന്റെ ബോധ്യത്തിൽ വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇപ്പോൾ ഇതൊരു കാര്യം പറഞ്ഞു വരികയാണ്. ഞാൻ ഇതിൽ ശരി തെറ്റല്ല പറയുന്നത്. ഇതിൽ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇതിൽ ഒരു ഭാഗത്ത് നിന്നല്ല പറയുന്നത്. ഈ പറയുന്നത് CPM-ലാണെങ്കിൽ ഇങ്ങനെ സാധ്യമാകുമായിരുന്നു, അപ്പോൾ ഇല്ല എന്ന് സുനിൽ പറയുന്നു. ശരി, കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ വന്നു കണ്ടു എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ച സമയത്തിലാണ് അവരും വന്നിട്ടുള്ള ആ സംഘടന വരുന്നത്. ആ സംഘടനയുടെ പ്രതിനിധികളായി വന്ന ആളുകൾ അവരുടെ നിവേദനം സമർപ്പിക്കുന്നു. അവരുടെ ഒരു ആവശ്യപ്രകാരം ആ ചിത്രമെടുത്ത് ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ഇടുന്നു. രഹസ്യ കൂടിക്കാഴ്ചയില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നതാണ്. മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അങ്ങനെ എല്ലാവരുടെ മുഖ്യമന്ത്രിയായ ആളെ കാണാതിരിക്കേണ്ട കാര്യമില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ തന്നെ കോൺഗ്രസിനകത്തു നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. കോൺഗ്രസിൽ നിന്നും ആർക്കൊക്കെയാണ് അവിടേക്ക് അനുവാദം ലഭിച്ചില്ല എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നത് അലോഷിക്കാണ് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് PM നിയാസിനാണ്.
PM നിയാസും PM നിയാസിന് ഉണ്ടായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ PM നിയാസ് കണ്ടെത്തി എന്ന് പറയുന്ന ഒരു കാര്യം അത് PM നിയാസ് മുഖ്യമന്ത്രി നേരിട്ടാണോ അറിയിച്ചത്? അദ്ദേഹം ഈ പറഞ്ഞ മാധ്യമങ്ങളോട് പുറത്തറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. പുറത്തേക്ക് അറിയിച്ചതിന് ശേഷമാണ് പിന്നെ കാണാൻ നോക്കിയത്. പുറത്തേക്ക് അറിയിച്ച് നമ്മുടെ മുന്നിലുണ്ടാവും പ്രതികരണങ്ങളൊക്കെ. പുറത്തേക്ക് അറിയിച്ച പ്രതികരണങ്ങൾ വന്നു, അതിന്റെ കുറിപ്പ് ഇറക്കുന്നു, അതിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം കാണാൻ ശ്രമിക്കുന്നത്. പിന്നെ കാണാൻ സമയം കൊടുത്തില്ല എന്നുള്ളതിന്റെ രാഷ്ട്രീയം അതിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് എന്നെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. എനിക്ക് ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടില്ല എന്നൊരു തോന്നൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയോടെ ഞാൻ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം കരുതുന്നത്. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയോടും അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങളോടും എനിക്കും അത്ര യോജിപ്പൊന്നുമില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ KSUവിൻ്റെ കാര്യത്തിൽ KSU പറഞ്ഞാലല്ല തീരുമാനമെടുക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അവരാണോ അത് തീരുമാനിക്കുന്നത് എന്നതല്ലാതെ അത് വേറൊരു രൂപത്തിലും അത് അവതരിപ്പിക്കാൻ കഴിയും. അതിനു പകരം അവരാണോ അത് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതൊരു പ്രതിഷേധമായി വേറെ രൂപത്തിൽ ഉയർന്നു വരികയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നു. ഇനി ABVP-യുടെ സജീവ പ്രവർത്തനം പ്ലീഡർ നിയമനം നടത്തുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന് ബന്ധമുണ്ട് എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് പാർട്ടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് അകത്ത് പറയുകയും അകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യവുമാണ് എന്നുള്ള കാര്യമാണ്. ഇനി പറയുന്ന KSUവിൻ്റെ സമരകാലം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ 10 വർഷം സമരകാലമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംഘപരിവാറിന് വിരുദ്ധമായൊരു സമരം KSU ഏറ്റെടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. സംഘപരിവാറിനെതിരായ ഒരു സമരം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അടികൊള്ളുന്ന സമരമോ അല്ലെങ്കിൽ വലിയ വെള്ളം ചുറ്റുന്ന സമരമോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കറിയുന്ന യൂത്ത് കോൺഗ്രസിലെ നേതാക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ആ കേന്ദ്രത്തിനെതിരായ വിഷയങ്ങൾ ഏറ്റെടുക്കാത്തത്? അല്ല, ഇവിടെ ഇപ്പോൾ നമുക്ക് വിമർശിക്കേണ്ടത് ഇവിടെയാണല്ലോ, ഈ സർക്കാരിനെതിരെയാണല്ലോ എന്ന് പോലും പറയുന്ന കണ്ടിട്ടുണ്ട്. അത്ര പോലും വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളുണ്ടായിട്ടും അത്തരം കാര്യങ്ങൾ പ്രതികരിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന പഠനകാലത്ത് ABVP ആയിരുന്നു എന്ന് പറയുന്ന ആൾ, അങ്ങനെയെങ്കിൽ പഠനകാലത്ത് ABVP ആയിരുന്ന ആൾ എങ്ങനെയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ വന്നത് അല്ലെങ്കിൽ ലോയേഴ്സ് കോൺഗ്രസിൽ ഭാഗമായത് എന്നുള്ളത് ലോയേഴ്സ് കോൺഗ്രസ് പരിശോധിക്കേണ്ട കാര്യമാണെന്നേ. അങ്ങനെ പരിശോധിച്ചിട്ടാകണം ആ ലിസ്റ്റ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് തന്നെ പോയ ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലിസ്റ്റ് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ള മറുപടി ലോയേഴ്സ് കോൺഗ്രസ് നൽകേണ്ടതുണ്ട്. അപ്പോൾ അത് ഏറ്റുപിടിക്കുന്ന ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകാമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ കരുതുന്നു. താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി എന്നുള്ള പ്രതികരണങ്ങളും, അതായത് മുഖ്യമന്ത്രി VD സതീശനെ പിന്തുണയ്ക്കുന്ന പ്രതികരണങ്ങളും ചില നേതാക്കളുടെ പോസ്റ്റുകളായി നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ രാജു P. നായരുടെയും പിന്നെ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം വന്നു, പിന്നെ നിജേഷ് അരവിന്ദിൻ്റെ പ്രതികരണം. അപ്പോൾ അങ്ങനെ പ്രതികരണങ്ങൾ രണ്ട് കൂട്ടരുടെ പ്രതികരണങ്ങളും വരുന്നു. ഇനി കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണങ്ങളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതല്ല, മുഖ്യമന്ത്രി VD സതീശന് ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കല്ലും മുള്ളും തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള ബോധ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ശരിതെറ്റുകൾ കൃത്യമായി നിർണ്ണയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ VM സുധീരനുമായി ബന്ധപ്പെട്ട് VM സുധീരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് VM സുധീരൻ VD സതീശനെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പ്രതികരണമാണ്. VM സുധീരന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൂടി ഇന്ന് വന്നിട്ടുണ്ട്. Meet the editors.